ഈ ക്വസ്റ്റ്യൻ നോക്കാം. എ പ്രിസം ഈസ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ഓഫ് അൺനോൺ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ എ ഫേസ് ഓഫ് ദ പ്രിസം. The angle of minimum deviation is measured to be 40 degree. What is the refractive index of the material of the prism? The refracting angle of the prism is 60 degree. അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, if the prism is placed in water, predict the new angle of minimum deviation. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. തന്ന കാര്യങ്ങൾ പിക്ചർ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഗ്ലാസ് ആണ്, പ്രിസം മെയ്ഡ് ഓഫ് ഗ്ലാസ്, പാരലൽ ബീമാണ് വരുന്നത്, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ 40 ഡിഗ്രി. അപ്പോൾ അത് എഴുതി വെക്കാം അല്ലേ, ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ 40 ഡിഗ്രി ഗിവൺ. പിന്നെയോ, വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം? ദ റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഓഫ് ദ പ്രിസം 60 ഡിഗ്രി. റിഫ്രാക്റ്റിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് പ്രിസം ആണ്, മറന്നുകൊണ്ട. റിഫ്രാക്റ്റിംഗ് ആംഗിൾ ഈസ് സിംപ്ലി ആംഗിൾ ഓഫ് പ്രിസം 60 ഡിഗ്രി. നമുക്ക് വേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം വേണം. അതിന് ഫോർമുല ഉണ്ടല്ലോ, N21, അതായത് N2/N1. N2 എന്ന് പറഞ്ഞാൽ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, N1 എന്ന് പറഞ്ഞാൽ പുറത്തുള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ, എന്തായിരുന്നു ഫോർമുല? സൈൻ ഓഫ് എ പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2. ഇങ്ങനെയാണ് ഫോർമുല വരുന്നത്. ഇവിടെ N2/N1 എന്നുള്ളത് N2/N1 എന്ന് എഴുതിക്കോ കേട്ടോ. N2/N1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഔട്ടർ മീഡിയം എയർ ആണ്. അതുകൊണ്ട് N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഇനീഷ്യലി ഗ്ലാസ് വെച്ചിരിക്കുന്നത് എയറിലാണ്, അപ്പോൾ ഔട്ടർ മീഡിയം എയർ ആണ്. N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ എയർ 1 ആണ്. ഈ ഫോർമുലയിൽ വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ N2/1 വരും ലെഫ്റ്റ് സൈഡിൽ. എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ N2/N1 വരും. N1 1 ആണല്ലോ. റൈറ്റ് സൈഡിൽ തന്ന വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. സൈൻ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 അല്ലേ, ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 ഡിവൈഡഡ് ബൈ 2. വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ശരിയല്ലേ? സൈൻ ഓഫ് 60 + 40/2 ഡിവൈഡഡ് ബൈ സൈൻ എ ബൈ 2, സൈൻ 60/2 ഇങ്ങനെ വരും. അപ്പോൾ അത് ചെയ്ത് വരുമോ? ഇവിടെ ഞാൻ ചെയ്ത് കാണിക്കണ്ടല്ലോ. ഇവിടെ സൈൻ 50 വരും. ന്യൂമറേറ്റർ സൈൻ 50, താഴെ സൈൻ 30 വരും. റിമെമ്പർ, എക്സാമിന് ഇത് ചോദിക്കുകയാണെങ്കിൽ അവർ ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റിൽ നമുക്ക് കാണാനുള്ള വാല്യൂസ് തന്നിട്ടുണ്ടാവും. അതായത് ബ്രാക്കറ്റിൽ യൂസ് സൈൻ 50 = 0.7, മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും കേട്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ എഴുതുന്ന വാല്യൂവിനെ പറ്റി ബോധർ ചെയ്യേണ്ട. ഇത് എക്സാമിന് വരികയാണെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടാവും. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വാല്യൂ ആയിരിക്കണം ഇപ്പോൾ കിട്ടുന്നത്. ലൈക്ക് സൈൻ 60/sin 30 അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ സൈൻ 45/sin 30 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ആ സ്റ്റെപ്പ് കാണിക്കണില്ല. യൂസിങ് ദ ഡാറ്റ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ അങ്ങനെ പറയാം. ചെയ്തു വരുമ്പോൾ നമുക്ക് 1.53 കിട്ടും. സൈൻ 50യുടെ വാല്യൂ തന്നിട്ടുണ്ടാവും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സൈൻ 30യുടെ വാല്യൂ 1/2 ആണെന്ന് അറിയാമല്ലോ, അത് പിന്നെ തരില്ല അവർ. സൈൻ 30യുടെ വാല്യൂ 1/2 ആയിരിക്കും. അപ്പോൾ കാൽക്കുലേഷൻസ് ഒന്നും പറയുന്നില്ല, മെത്തേഡാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്ലാസ്, അതായത് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടിയിട്ടുണ്ട്. പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.53 ഫിക്സഡ് ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറിയില്ലല്ലോ. ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ പ്രിസം ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ, വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33. അപ്പോൾ നമ്മളിപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രിസം എവിടെ വെക്കുന്നത്? പ്രിസം വെക്കുന്നത് വാട്ടറിലാണ്. ഇവിടെ വാട്ടറാണ്, ഔട്ടർ മീഡിയം ഈസ് വാട്ടർ, ഇവിടെയും വാട്ടറാണ്. പ്രിസത്തിൻ്റെ മെറ്റീരിയൽ സെയിം തന്നെ. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ന്യൂ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ? ഇവിടെ ശ്രദ്ധിക്കണം, വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് നമ്മൾ N1 എന്നാണ് എഴുതാം അല്ലേ. N1 അത് എത്രയാണ്? 1.33. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇല്ലേ. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അത് 1.53 ആണ്, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഔട്ടർ മീഡിയം വാട്ടറാണ് 1.33 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഗ്ലാസിൻ്റെ 1.53 ആണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? ഇഫ് ദ പ്രിസം ഈസ് പ്ലേസ്ഡ് ഇൻ വാട്ടർ പ്രഡിക്ട് ദ ന്യൂ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഓഫ് ദ പാരലൽ ബീം. ഇതാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫോർമുല എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ഫോർമുല വരുന്നത് N2/N1. അപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ ഓഫ് പ്രിസം റിമെയിൻസ് സെയിം ആണ്. ആംഗിൾ ഓഫ് പ്രിസം എത്രയാണ്? 60 ഡിഗ്രി. ഈ ആംഗിൾ മാറുന്നില്ലല്ലോ, 60 ഡിഗ്രിയാണ്. നമുക്ക് ഡെൽറ്റ എം കണ്ടുപിടിക്കണം. ഇവിടെ വരുന്ന മിനിമം ഡീവിയേഷൻ എത്രയാണ് വാട്ടറിൽ വെച്ചാൽ? അതിന് ഫോർമുല വരുന്നത് N2/N1. നേരത്തെ എഴുതി അതേ ഫോർമുല തന്നെ എഴുതാം. സൈൻ ഓഫ് എ പ്ലസ് ഡെൽറ്റ എം. പുതിയ ഡെൽറ്റ എം ആണ്, വാട്ടറിൽ വെക്കുമ്പോൾ ഡെൽറ്റ എം ആണ് ഇത്, പഴയ ഡെൽറ്റ എം അല്ല. ഡിവൈഡ് ബൈ സൈൻ A/2. അപ്പോൾ ഇതിനകത്ത് N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.53 ആണ്. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33. റൈറ്റ് സൈഡിൽ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ആണ്. ഡെൽറ്റ എം അറിയില്ല, /2 ഡിവൈഡഡ് ബൈ സൈൻ A/2 എന്ന് പറയുമ്പോൾ സൈൻ 60/2 ഇങ്ങനെ കിട്ടും. ശരിയല്ലേ? അപ്പോൾ ഇതൊന്ന് അറേഞ്ച് ചെയ്യേണ്ടി വരും. 1.53. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ്, ഒരു സ്റ്റെപ്പും കൂടി എഴുതട്ടെ. 1.53 ഡിവൈഡ് ബൈ 1.33 ഈക്വൽ ടു ഇവിടെ സൈൻ 60 പ്ലസ് ഡെൽറ്റ M/2 അല്ലേ. സൈൻ ഓഫ് 60 പ്ലസ് ഡെൽറ്റ M/2 താഴെ സൈൻ 30 ആണ്. സൈൻ 30 1/2 അല്ലേ, അതായത് 0.5. സൈൻ 30 എന്താണ്? 1/2, അതായത് 0.5 ആണ്. ഡെൽറ്റ എം ആണ് വേണ്ടത് നമുക്ക്. ഡെൽറ്റ എം ഈ 0.5 ലെഫ്റ്റ് സൈഡിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഓഫ് 60 പ്ലസ് ഡെൽറ്റ എം ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.53 ഇൻറ്റു 0.5 ഡിവൈഡ് ബൈ 1.33 കിട്ടും. ഓക്കെ, അത് ഞാൻ ചെയ്തിപ്പോൾ പറയാം. അത് ചെയ്ത് വരുമ്പോൾ 0.57 കിട്ടും. കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല കേട്ടോ, നിങ്ങളത് ചെയ്യുമ്പോൾ അപ്രോക്സിമേഷൻ മതി. 1.5 മതി, ഇത് 1.3 മതി, കേട്ടല്ലോ. അങ്ങനെ നല്ല അപ്രോക്സിമേഷൻ ചെയ്താൽ മതി. ഇനി സൈൻ ഓഫ് ദിസ്, അപ്പോൾ നമ്മൾ 60 പ്ലസ് ഡെൽറ്റ M/2 ആദ്യം കാണാൻ പറ്റും. ഈ സൈൻ അങ്ങോട്ട് കൊണ്ടുപോകും. അത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷനാണ്, അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ അവർ തരും. ഓക്കെ, നമ്മളൊരു നൊട്ടേഷന് വേണ്ടി മാത്രം. ഈ സൈൻ അപ്പുറത്തോട്ട് പോകുമ്പോൾ ഡിനോട്ടഡ് ബൈ സൈൻ ഇൻവേഴ്സ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. 60 പ്ലസ് ഡെൽറ്റ M/2 ഒരു സ്ഥലത്തു നിന്നുള്ള ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ അപ്പുറത്തെ സൈഡിലോട്ട് പോകുമ്പോൾ നമ്മളത് ഡിനോട്ട് ചെയ്യുന്നത് ഇൻവേഴ്സ് ആയിട്ടാണ്. സൈൻ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളത് സൈൻ ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യും. ഈ സിമ്പിൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇതിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് 0.57 എന്താണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും അവർ. ക്വസ്റ്റ്യൻ തരുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വാല്യൂ ആയിരിക്കണം. അതായത് ഇവിടെ 0.57 പകരം നമുക്ക് വല്ല 0.5 ആയിരിക്കണം, അതായത് 1/2 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് 30 ഡിഗ്രി ആണെന്ന് പറയാമല്ലോ. സൈൻ 30.5. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവർ ക്വസ്റ്റ്യൻ തരുന്നില്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു നമ്പർ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 0.57 എന്താണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ ഞാൻ എഴുതാം. അത് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടാവുമല്ലോ. 35.16 ഡിഗ്രി ആയിരിക്കും. അത് തരും, പേടിക്കണ്ട. അപ്പോൾ 60 + Δm/2 = 35.16 കിട്ടും. ഈ 2 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 60 + Δm = 2 × 35.16 ചെയ്തു വരുമ്പോൾ 70.32 കിട്ടും. അപ്പോൾ മിനിമം ഡീവിയേഷൻ വെൻ ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടറിലാണ് വെക്കണമെങ്കിൽ മിനിമം ഡീവിയേഷൻ 10.32 ഡിഗ്രി ആയിരിക്കും.